ഡോക്ടർ ഈ മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ട് പിടിച്ചു വെക്കുന്നത് പോലെ പുള്ളി ഇപ്പോഴും പിടിച്ചു വെച്ചിട്ട് തന്നെ ഉണ്ട്. എങ്കിലും ജാസിനെ പൊക്കുവാണെന്നുണ്ടെങ്കിൽ അവൻ തന്നെ ബാക്കിയുള്ളവരൊക്കെ കാണിച്ചു കൊടുക്കാൻ വളരെ വലിയൊരു ചാൻസ് തന്നെ ഉണ്ട്. തൊപ്പി ഫയലാകും. ഒരു മനുഷ്യർക്കും കണ്ണു തുറന്നത് കാണാൻ പറ്റൂല. IP അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പുള്ളിനെ പൊക്കാൻ ഇവിടെയാണ് ഞങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവുന്നത്. ഒരാളെ ഉപദ്രവിക്കാനോ കഷ്ടപ്പെടുത്താനോ ഒന്നും ചെയ്യുന്നില്ല. പുള്ളി ഒരു പാവം. എത്രായിരം മനുഷ്യരാ കഷ്ടപ്പെട്ട്. പിന്നെ ഈ മൈനർ ആയിട്ടുള്ള മീൻസ് ഒരുപാട് പേര് പറയുന്നത് കേട്ടോ, മൈനർ ആയിട്ടുള്ള ഒത്തിരി ഞാൻ ഫ്രീ ടൈം ആകുമ്പോഴേക്കും അപ്പുറത്തെ വീട്ടിൽ ഒളിഞ്ഞു നോക്കാൻ പോകുന്നത്. ഹലോ എക്സ്ക്യൂസ് മീ. അങ്ങനെ സ്റ്റാർട്ടിങ് മമ്മൂനെ മഞ്ചേരി പോലീസ് പൊക്കി പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ MRG ഗ്യാങ്ങിനെതിരെ IT ആക്ട് BNS ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങളാണ് ചാർത്തിയിട്ടുള്ളത്. നാർക്കോട്ടിക്സ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, അറിയില്ല, വെരിഫൈഡ് അല്ല. എനിവേസ് മമ്മൂനെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പൊക്കുന്നുള്ളത് പ്രഡിക്റ്റബിൾ ആയിരുന്നു. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒത്തിരി പേർക്ക് അറിയാമായിരിക്കും. അതായത് ഈ ലൈവ് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ വീഡിയോസ് കണ്ടിട്ടുള്ള കുറേ പേർക്ക് ഏകദേശം പിടികിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ തമാശക്കൊക്കെ നമ്മൾ പറയത്തില്ലേ, ഞാൻ ഫ്രീ ടൈം ആവുമ്പോൾ ബോബനുമോളെയൊക്കെ വായിക്കാറുണ്ട് എന്ന് പറയുന്ന പോലെ ഒരു ഇന്റർവ്യൂ പോയിരുന്ന ലൈവായിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പുള്ളി പറയുക, ഞാൻ ഫ്രീ ടൈം ആവുമ്പോഴേക്കും അപ്പുറത്തെ വീട്ടിൽ ഒളിഞ്ഞു നോക്കാൻ പോകുന്നത്. എങ്ങനെ ഇരിക്കുന്നു ഈ പുള്ളിയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വിടുന്നുള്ളത് യാതൊരു ഡൗട്ടും ഇല്ല. ഈ മമ്മൂനോട് ഈ ഷെമീറോ ജാസിയോ ഒക്കെ എവിടെയായിരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ഞങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ മാറുന്നതിനേക്കാൾ കൂടുതൽ സ്പീഡിൽ ലൊക്കേഷൻ മാറുന്നത് ഈ MRG ഗ്യാങ് ആയിരിക്കും. MRG ഗ്യാങ്ങിനെ സ്പ്ലിറ്റ് ചെയ്ത് ജാസിയാന്ന് പറയുന്നുണ്ടല്ലോ, സോഷ്യൽ മീഡിയ ഫുള്ള് പറയുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എന്താണെങ്കിലും ജാസിനെ പൊക്കുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം കുറച്ച് പേരൊക്കെ എവിടെയാണെന്നുള്ളത് അറിയാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതായത് നമ്മുടെ ഇൻഹരിയർ നഗറിലെ ജഗദീഷ് ചേട്ടൻ പറയുന്ന പോലെ ഞാനൊന്ന് മുട്ടി നോക്കാം എന്നൊക്കെ പറഞ്ഞ് പുള്ളി പോയി കഴിഞ്ഞിട്ട് മുട്ടി മരുന്നൂപ്പിയൊക്കെ താഴെ വീണ് പൊട്ടിച്ചിട്ട് പറയത്തില്ല, അല്ല ഞാനിങ്ങനെ വന്നപ്പോ അറിയാതെ വന്ന് തട്ടിയപ്പോ മരുന്നൂപ്പി താഴെ വീണപ്പം ഞാൻ മാത്രമല്ല അവന്മാരും ഉണ്ട് എന്ന് പറയുന്നൊരു സീനില്ലേ, അതേപോലെ അവൻ തന്നെ ബാക്കിയുള്ളവരൊക്കെ കാണിച്ചെടുക്കാൻ വളരെ വലിയൊരു ചാൻസ് തന്നെ ഉണ്ട്. തൊപ്പി എന്ന് പറയുന്ന നിഹാദ് ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട്, ചെറുപ്പകാലത്തിൽ പുള്ളിക്ക് ഒരുപാട് ട്രോമ ഉണ്ടായിട്ടുണ്ട്, പേരൻസ് പെരുമാറിയിട്ടുള്ള രീതി, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, പുള്ളി ഇപ്പൊ പക്ഷെ മേജറാണ്. അതിന്റെ പേരിൽ പുള്ളിക്ക് ഒരിക്കലും ഞാൻ ആ ട്രോമ ഉള്ളത് കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഒരു പോയിന്റിൽ നമ്മൾ ഈ ട്രോമ എല്ലാം എവിടെയെങ്കിലും ഇറക്കി വെച്ച് മുന്നോട്ട് പോയാലേ പറ്റത്തുള്ളൂ. ഈ ട്രോമ നടന്നതിന്റെ പേരിലാണ് ഞാൻ ഈ ഇങ്ങനെ ക്രൈമുകൾ ചെയ്തുകൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ ഞാനിങ്ങനെ തെറിവിളി നടക്കുന്നത് പറയാൻ ഒരിക്കലും പറ്റത്തില്ല. ഇതെന്താ, ഈ ട്രോമ എല്ലാം ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞ നിഹാദ്. ഈ തൊപ്പി എന്ന് പറയുന്ന ആൾക്ക് തീർച്ചയായിട്ടും ഫെയിം ഉണ്ടായിരുന്നു, ഫിനാൻഷ്യലി സൗണ്ടഡ് ആയിരുന്നു, അതേപോലെ തന്നെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അസറ്റ്സ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ ട്രോമ എല്ലാം ഇറക്കി അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ മൈനർ ആയിട്ടുള്ള മീൻസ് ഒരുപാട് പേര് പറയുന്നത് കേട്ടോ, മൈനർ ആയിട്ടുള്ള ഒത്തിരി പേര് ഇതിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. അത് കറക്റ്റാണ്, ആ ഒരു പോയിന്റ് കറക്റ്റാണ്. പക്ഷെ മൈനസ് മാത്രമല്ല, പെർ ഡേ സൂപ്പർ ചാറ്റിൽ നിന്ന് തന്നെ നല്ലൊരു എമൗണ്ട് പുള്ളിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇതേപോലെ യൂട്യൂബ് ഉണ്ട്, കിക്ക് ഉണ്ട്, അങ്ങനെ പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതെന്താണെങ്കിലും ഇപ്പൊ പെർ ഡേ ആൾക്ക് സൂപ്പർ ചാറ്റിനെ മാത്രം എടുത്ത് നോക്കുവാണെങ്കിൽ അതെന്താണെങ്കിലും ജോലിക്ക് പോകുന്നവരായിരിക്കില്ലേ, അതായത് ഒരു 22-നും 33-നും ഇടയിലുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ ഇത് കാണുന്നത്. അതുകൊണ്ട് കുട്ടികൾ മാത്രമാണ് ഇൻഫ്ലുവൻസ് ആയെന്ന് പറയാൻ പറ്റത്തില്ല, വലിയ ആൾക്കാരും ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ലൈവിൽ പറയുന്ന ഒരു വാക്ക് പോലും നമുക്ക് അണ്ടു ബട്ടൺ വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ക്യാമറ ഓൺ ആണെങ്കിൽ നമ്മുടെ വായം ഓൺ ആവുന്നത് കുഴപ്പമില്ല, പക്ഷെ അതേപോലെ തന്നെ നമുക്ക് ബ്രെയിനും കൂടി ഓൺ ആയിരിക്കണം എന്നുള്ളത് സത്യമല്ലേ. എന്തായാലും ഇനി ലൈവിൽ വരുമ്പോൾ എല്ലാവരും നിയമങ്ങൾ പാലിക്കുക എന്ന ഡിസ്ക്ലെയിമറിലൂടെ എന്താണെങ്കിലും ഈ MRG ഗ്യാങ് വരാൻ ചാൻസ് ഉള്ളൂ. കാരണം ഇപ്പോൾ ആ രീതിയിൽ പെട്ടിട്ടുണ്ട്. ആദ്യമൊക്കെ ഉണ്ടല്ലോ ഈ തൊപ്പി എന്ന് പറയുന്ന പുള്ളി ഈ ഐഷോ സ്പീഡിനെ ഒക്കെ കണ്ട് വളരെയധികം ഭ്രാന്ത് അഭിനയിച്ച് നടന്നിരുന്നു. ശരിക്കും അത് തൊപ്പിയുടെ ഒരു ക്യാരക്ടർ അല്ല, പുള്ളി കംപ്ലീറ്റ് ആയിട്ട് ഐഷോ സ്പീഡിനെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് കുറച്ച് ഫെയിമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും പുള്ളി പയ്യെ ഒരു നന്മമരം കളിക്കാൻ തുടങ്ങി. ഭയങ്കര നല്ലൊരാളാണ് എന്നുള്ള രീതിയിലും പിന്നെ അവിടെ തമാശ ഈ പറയുന്ന ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അതുകൂടാതെ ഭയങ്കര നന്മമരം കളിക്കുന്ന ഒരു പൊസിഷനിലേക്ക് എത്തി. അപ്പോൾ അതുമല്ല ശരിക്കുള്ള തൊപ്പിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അതായത് പുള്ളിയുടെ യഥാർത്ഥ ക്യാരക്ടർ ഈ മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ട് പിടിച്ചു വെക്കുന്നത് പോലെ പുള്ളി ഇപ്പോഴും പിടിച്ചു വെച്ചിട്ട് തന്നെ ഉണ്ട്. മനസ്സിലായി, ശരിക്കും യഥാർത്ഥ ക്യാരക്ടർ ശരിക്കും പറയാൻ റിവീൽ ആയിട്ട് പോലുമില്ലേ എവിടെ. അതാണ് സത്യം. ഒരു പീക്ക് ടൈം ആയപ്പോഴേക്കും ഈ ഗ്യാങ് ഫുൾ അങ്ങ് സ്പ്ലിറ്റ് ആയി. പിന്നെ ക്യാഷ് തരുന്നില്ല, പണിയെടുപ്പിച്ചു, കുറെ കഷ്ടപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് മീൻസ് ഒരു ടീം ഫുള്ള് ബ്ലെയിം ചെയ്തു തൊപ്പിനെ. അതായത് തൊപ്പി ഈ ഓപ്പോസിറ്റ് ടീമിന്റെ വീഡിയോസ് ഫുള്ള് ടെലികാസ്റ്റ് ചെയ്തിട്ട് ഇവന്മാര് വൃത്തികെട്ടവന്മാരാണ് എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ബ്ലെയിം ചെയ്യുന്നുണ്ട് ഈ ഓപ്പോസിറ്റ് ടീമിനെ. ശരിക്കും അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഷൂട്ട് ചെയ്തതാണ് ഇതെല്ലാം. എന്നിട്ട് തൊപ്പി തന്നെ പറയുന്നുണ്ട് ഇതൊരു എപ്സ്റ്റീൻ ഫയൽ എന്നുള്ള രീതിയിൽ ഇത് മാറി ഇതൊരു തൊപ്പി ഫയൽ ആകും. സത്യം പറഞ്ഞുണ്ടല്ലോ, ഇത് എപ്സ്റ്റീൻ ഫയൽ ഒന്നല്ല, ഇതൊരു എപ്പിക് ഫെയിലാണ്. അല്ല പിന്നെ
നമ്മൾ ചിലപ്പോഴൊക്കെ തമാശ പറയാറുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്ന തമാശയും ചായക്കടയിൽ പറയുന്ന തമാശയും ഒന്നല്ല. ചായക്കടയിൽ പറയുന്ന തമാശയൊക്കെ അവിടെ തീരും. സോഷ്യൽ മീഡിയയിൽ ലൈവിൽ പറഞ്ഞിട്ടുള്ള തമാശയൊക്കെ റെക്കോർഡായിട്ട് ഇങ്ങനെ കറങ്ങി കളിക്കും. പിന്നീട് അത് 8ന്റെ അല്ല 16ന്റെ പണി കിട്ടുകയും ചെയ്യും. തൊപ്പിക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് ഷമീർ കൊടുത്തിട്ടുണ്ട്, പിന്നെ ശ്രീജിത്ത് പണിക്കർ കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഹനാൻ ഷാ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കേസുകൾ പുള്ളിയുടെ പേരിൽ കിടക്കുക. ട്രെൻഡിങ് ആവാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ ന്യൂസ് ചാനലിലൂടെ ട്രെൻഡിങ് ആവാതിരുന്നാൽ മതി. അതായത് ഒരു ഫോൺ ഒന്ന് ബെല്ലടിച്ചാൽ പോലും അയ്യോ ആരാ വിളിക്കുന്നതെന്നുള്ളൊരു ടെൻഷനിലൂടെ ആ ഫോൺ അറ്റൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചേക്ക്. അത് ഇസ്രായേൽ പാലസ്തീൻ വാറിൽ നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ തന്നെ പുള്ളി പറയുന്നുണ്ട്, ഇല്ല ഞാൻ ഇസ്രായേലിനെ എന്തായാലും തള്ളി പറയില്ല, അങ്ങനെ പറയാൻ എനിക്ക് പറ്റത്തില്ല. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴും പറയുന്നുണ്ട്, ഇസ്രായേൽ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വിഭാഗക്കാരെ എന്റെ ഫോളോവേഴ്സ് ആണ്, അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതെ, പിന്നീട് അതിന് ശേഷം വലിയൊരു എതിർപ്പ് വന്നു കഴിഞ്ഞപ്പോഴും ആള് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഓക്കെ ഇസ്രായേൽ ടീമിനെ ഞാൻ എതിർത്ത് പറയുവാണ്, ഫ്രീ പാലസ്റ്റീൻ എന്ന് പറഞ്ഞു. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴേക്കും പറയുക, അല്ല ഫോളോവേഴ്സിൽ കൂടുതൽ പേരും ഇസ്രായേലിനെ എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാനും പറയുന്നത്. ശരിക്കും അത് ഡിസ്റ്റർബിംഗ് ആയിട്ട് ഫീൽ ചെയ്തൊരു കാര്യമാണ്. കാരണം എത്രായിരം കുഞ്ഞുങ്ങളാ, എത്രായിരം മനുഷ്യരാ കഷ്ടപ്പെട്ട് തല ചെതറിയൊക്കെ മരിച്ചു വന്ന്. ഞാനത് ഫുള്ളിരുന്ന് കാണാറില്ല. സ്റ്റാർട്ടിങ് കണ്ടു കഴിയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിന് തീരെ കട്ടിയില്ല. ആ സെക്കൻഡ് തന്നെ ഞാൻ വേഗം അത് സ്ക്രോൾ ചെയ്ത് കളഞ്ഞു. മീൻസ് അതിനെ അവോയ്ഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനെ ഞാൻ ഇതാക്കുന്നതല്ല. എനിക്കത് കാണാനുള്ള ത്രാണിയില്ല. കാരണം നമ്മൾ ഒരു മനുഷ്യർക്കും കണ്ണു തുറന്നത് കാണാൻ പറ്റൂല. ഒരുപാട് വീഡിയോസ് എന്തായാലും നമ്മളെ പോലത്തെ സാധാരണക്കാർ തന്നെ അങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മുടെ മുമ്പിൽ പോകുന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ എന്താണെങ്കിലും ആ വീഡിയോസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടാവും. ആരെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടാവും, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടാവും. ആ സമയത്ത് പോലും പുള്ളി പറഞ്ഞത് ഇല്ല ഒരിക്കലും എനിക്കങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് മീൻസ് എൻ്റെ ഫോളോവേഴ്സ് കൂടുതൽ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസറിനെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് ഫീൽ ചെയ്തു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ. അന്നേരം തുരുമ്പ് പിടിച്ചൊരു ജീവിതം പോലെ എനിക്ക് അവരുടെ ജീവിതം കണ്ടിട്ട് തോന്നിയത്. മീൻസ് ഞാൻ ഫുൾ ടൈം ഇരുന്ന് കാണുന്ന ഒരാളല്ല. നമ്മൾ സ്ക്രോൾ ചെയ്യുന്നതിന്റെ ഇടയിൽ റീൽസിലോ ഷോർട്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോസിലൊക്കെ നമ്മളിങ്ങനെ കണ്ടുപോകുമ്പോൾ നമ്മൾ എന്തുവാ ഇവന്മാരി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമല്ലോ. അതിൽ ചിലതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ടോയ്ലറ്റിൽ പോയ കേസും അങ്ങനെ ഏതൊക്കെയോ 1-2-3 കേസൊക്കെ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം തൊപ്പിയുടെ വന്നു, ഞാനത് കണ്ടു. പിന്നെ വേറൊരു ദിവസം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അലൻ ജോസ് പെരേരയുടെ വന്നു, പുള്ളിയുടെ ഞാനിരുന്ന് കണ്ടു. പുള്ളിയൊക്കെ ഒരാളെ ഉപദ്രവിക്കാനോ കഷ്ടപ്പെടുത്താനോ ഒന്നും ചെയ്യുന്നില്ല. പുള്ളി ഒരു പാവം, പുള്ളി എന്തൊക്കെയോ ചെയ്യുന്നു. അത് കണ്ട് നമ്മള് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് കണ്ടിരിക്കാൻ തോന്നും. അതിന്റെ കമന്റ് ബോക്സ് വായിക്കാനാണ് അതിൽ കൂടുതൽ കോമഡി. തൊപ്പി എന്ന് പറയുന്നത് മണ്ടനെ പോലെ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. ആള് റിയൽ അല്ല, റിയൽ ക്യാരക്ടർ അല്ല അവിടെ കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ അവസാനം വരെ റിയൽ ക്യാരക്ടർ അല്ല കാണിച്ചിട്ടുള്ളത്. മണ്ടനെ പോലെ അയാൾ അഭിനയിക്കുന്നു, ഇയാൾ മണ്ടനാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ പുള്ളി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് കാണുമ്പോൾ നമ്മൾക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ പുള്ളി എന്തൊക്കെയോ ചെയ്യുന്നു. എന്ത് ബെറ്ററാണ്? ചില സമയം നമ്മൾ വിചാരിക്കും തൊപ്പി ഒരു റെബല്യൻ ആണെന്ന്, പിന്നീട് നമ്മൾ വിചാരിക്കും നമ്മൾ നേരത്തെ വിചാരിച്ച ശരിയാണെന്ന്. അതാ അവസ്ഥ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, തൊപ്പിയെ ഉറപ്പായിട്ടും തൂക്കും, യാതൊരു ഡൗട്ടും ഇല്ല. എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് പോലീസുകാരൊക്കെ ശരിക്കും പറഞ്ഞാൽ തൊപ്പിയുടെ ഗ്യാങ്ങിനെ ഫുള്ള് ട്രേസ് ചെയ്തിട്ടുണ്ട്, അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ തൊപ്പി പുറത്തേക്ക് പോകാനായിട്ട് നോക്കുന്നുണ്ട്, എന്നിട്ട് അവരത് ബ്ലോക്ക് ചെയ്തു എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്, അവർ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചും കൂടെ മുന്നേ മോണിറ്റർ ചെയ്യേണ്ടായിരുന്നു. ഇവർ ഈ നഗ്നമായ കാര്യങ്ങൾ വീഡിയോസിലൂടെ കാണിക്കുമ്പോഴും അതേപോലെ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുമ്പോഴും തന്നെ നമ്മൾ പോലീസുകാരെല്ലാവരും എന്താണെങ്കിലും മോണിറ്റർ ചെയ്യേണ്ടതായിരുന്നു. അല്ല, എൻ്റെ ഒരു ഡൗട്ടാണ്, ഈ ഷമീർ വന്ന് പറഞ്ഞായിരുന്നല്ലോ ഞാനിപ്പോൾ ഒളിവിലാണ് ഗൈസ് എന്നൊക്കെ വന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഷമീർ കറന്റ്ലി എവിടെയാണ്, അല്ലെങ്കിൽ ആ ടൈമിൽ എവിടെയാണ്, IP അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പുള്ളിനെ പൊക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അതാ എൻ്റെ ഡൗട്ട്. ഈ ഇന്റർനെറ്റ് യുഗത്തിൽ അതൊക്കെ വലിയൊരു ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുദ്ധിമുട്ടാണോ? എനിവേസ്, ഞാൻ ലൈവായിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ കുറേ ബാഡ് വേർഡ്സ്, കുറേ വൃത്തികെട്ട വാക്കുകളൊന്നും നമ്മൾ ഒരു കൂട്ടുകാരുടെ തമാശയ്ക്ക് പോലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്കും ഉണ്ട് കുറച്ച് ഫ്രണ്ട്സ്, അവര് ഫോൺ വിളിക്കുമ്പോൾ തന്നെ എവിടെയാടാ ഡാഷേ എന്നൊക്കെയാ ചോദിക്കുന്നത്. ചുമ്മാ അത് തമാശക്ക്, അത് ദേഷ്യത്തിൽ വിളിക്കുന്നതൊന്നുമല്ല, ചുമ്മാ കോമഡിക്ക് വേണ്ടി വിളിക്കുന്നേ. അങ്ങനെ പോലും നമ്മൾ വിളിക്കരുത്, നമ്മളത് അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കരുതെന്ന് ഞാൻ പറയുള്ളേ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാളെ പിറ്റേന്ന്, അതിപ്പോൾ വയസ്സായി ചാകാൻ കിടക്കണം എന്നൊന്നുമില്ല, നാളെ പിറ്റേന്ന് നമ്മൾ കിടപ്പിലാവുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, അതിപ്പോൾ വയസ്സാവണമെന്നില്ല, റോഡിലൂടെ പോകുമ്പോൾ ഒരു ആക്സിഡന്റ് നടന്നാൽ മതി, അങ്ങനെയൊന്നും നടക്കാതിരിക്കട്ടെ. എങ്കിലും ഞാൻ പറയുക, അങ്ങനെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മൾ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് പോവും. നമ്മൾ കിടപ്പിലെ കുറേ നാൾ നമ്മളങ്ങനെ കിടന്ന് പോകുമ്പോഴേക്കും നമ്മുടെ മൈൻഡൊക്കെ പോകാൻ തുടങ്ങും.
അങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് വിളിച്ചിട്ടുള്ള എല്ലാ വാക്കുകളും റെക്കോർഡഡ് ആയിരിക്കും. അതൊക്കെ നമ്മളെ മോഷനും നമ്മുടെ യൂറിനും മോഷനും ഒക്കെ ക്ലീൻ ചെയ്ത് നമ്മളെ നോക്കുന്ന ചിലപ്പോൾ നമ്മുടെ വീട്ടുകാരായിരിക്കാം, വൈഫായിരിക്കാം, ഹസ്ബൻഡ് ആയിരിക്കാം, കുട്ടികളായിരിക്കാം. ഇവരെയൊക്കെ നമ്മൾ ഇതൊക്കെ ഇരുന്ന് വിളിക്കും. അതറിയോ, ലൈവായിട്ട് ഞാൻ പലരിലും കണ്ടിട്ടുണ്ട്. കുറഞ്ഞത് ഒരു 3 പേരെങ്കിലും ഞാൻ അതേപോലെ കണ്ടിട്ടുണ്ട്. അവര് ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർ അത്തരം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം. അവര് കിടപ്പിലായിരിക്കുന്ന സമയത്ത്, അതും വലിയ പ്രായമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്, ചെറുപ്പക്കാരാണ്. അത് അതേപോലെ തന്നെ വയസ്സായ ആൾക്കാർ ഇതേപോലെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് തമാശയ്ക്കും അല്ലാതെ ദേഷ്യം വരുമ്പോഴൊക്കെ ഇത്തരം ബാഡ് വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് അവർ ആ കിടപ്പിലായ സമയത്ത് നോക്കാൻ നിൽക്കുന്ന ആളാ. ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടെ നിന്നൊരു പച്ചവെള്ളം പോലും നമുക്ക് പൊരുത്തത്തോടു കൂടിയോ അല്ലെങ്കിൽ തൃപ്തിയോടു കൂടിയോ നമുക്ക് അവർ തരത്തില്ല. ആ രീതിയിൽ നമ്മളവരെ അബ്യൂസ് ആയിട്ട് ഭയങ്കരമായിട്ട് സംസാരിച്ച് കളയും. നമ്മൾ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യാതിരിക്കുക, ബെറ്റർ അതാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ജീവിച്ച് നല്ല വാക്കുകൾ മാത്രം ഉപയോഗിക്കുക. അതാകുമ്പോൾ നമ്മൾ നോക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്താണെങ്കിലും അവർ യൂറിനും മോഷനും ക്ലീൻ ചെയ്യാൻ തന്നെയല്ലേ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ആ സമയത്ത് നമ്മൾ ഇത്തരം വാക്കുകൾ അവരെ വിളിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. എന്നാൽ പിന്നെ അങ്ങോട്ട്